ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് 3 എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു നടക്കുന്ന ഒരു സംവിധാനമാണിത്. അതിൽ ഇത്തരത്തിൽ ഒരു ചോർച്ച ഉണ്ടാവണമെങ്കിൽ കൃത്യമായ സോഴ്സ് ഉണ്ടാകണമെന്നതൊക്കെ തുടക്ക സമയത്തിൽ തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്തരത്തിലാണ് ഇപ്പോൾ അധ്യാപകരിലേക്ക് അന്വേഷണം എത്തുന്നത്? അതിന് 2 ദിവസം മുമ്പാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിന്റെ പ്രധാന ഒരു ലക്ഷ്യം MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലം തന്നെ. അതുകൊണ്ട് തന്നെ ആ MS സൊല്യൂഷനിൽ അടക്കം ജോലി ചെയ്യുന്ന അധ്യാപകരെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാനമായും ചോദ്യപേപ്പർ തന്നെ ചോരുന്നു, അതായത് സ്കൂളുകളിൽ നടക്കേണ്ട ചോദ്യപേപ്പർ ചോരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതിന് കാരണം അധ്യാപകർ തന്നെ ഇത് ചോർത്തി നൽകുന്നു എന്നാണ് പല പരാതി വന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് നിലവിൽ അധ്യാപകരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അത് എയ്ഡഡ് സ്കൂളിലെയും സർക്കാർ സ്കൂളിലെയും അടക്കമുള്ള അധ്യാപകർ, അതായത് ഈ ട്യൂഷൻ സെന്ററുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിലേക്ക് ഈ ചോദ്യം ചെയ്യൽ നീളുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 3 എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടുതൽ അധ്യാപകരെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പല അധ്യാപകരും ലീവ് എടുത്തുകൊണ്ട് തന്നെ, അതായത് ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് ഈ ട്യൂഷൻ സെന്ററിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സ്കൂളിൽ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന തുകയാണ് മണിക്കൂറുകൾക്ക് ഈ അധ്യാപകർക്ക് ട്യൂഷൻ സെന്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലീവ് എടുത്ത് തന്നെ പല അധ്യാപകരും ഇതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നത്. വൻ തുകയാണ് ഈ അധ്യാപകർക്കായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകൾ നൽകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് പല അധ്യാപകരെയും ഈ ഒരു ജോലിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകർ വഴിവിട്ട നീക്കങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകരെ കൂടുതലായി ചോദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു നിജസ്ഥിതി വെളിപ്പെടുത്തുന്നതിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ 3 എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ, കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിലെ എയ്ഡഡ് അധ്യാപകരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അധ്യാപകരിലേക്ക് ഈ ചോദ്യം ചെയ്യൽ കടന്നിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസ് ഈ വിഷയത്തിൽ വിശദീകരണം അല്ലെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആരോപണമുണ്ട്. പല അധ്യാപകരും അത് പറയുന്നുണ്ട്. കാരണം ചില സ്കൂളിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെയോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലോ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായി മാർക്ക് ലഭിക്കുന്നു. ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്ന, അതായത് ചോദ്യപേപ്പറിൻ്റെ തലേന്ന് നടന്ന ലൈവുകളിൽ പിറ്റേന്ന് വരുന്ന ചോദ്യങ്ങൾ കൂടുതലായി അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായി 90% മുകളിലെങ്കിലും ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തന്നെ നാളെ നടത്തുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അത് പ്രഡിക്ഷനാണ്, തങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച ശേഷം നടത്തിയ പ്രഡിക്ഷനാണ് എന്നാണ് ഈ ട്യൂഷൻ സെൻ്ററുകളുടെ വാദം. പക്ഷേ പോലീസ് കണ്ടത് ഇത്തരത്തിലൊരു കാര്യങ്ങൾ വരുന്നതിന് പേരിൽ അധ്യാപകർക്കും പങ്കുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റ് അധ്യാപകർക്ക് ചോദ്യം ചെയ്യൽ പുരോഗമിക്കും എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഷുഹൈബിനെ, അതായത് ഈ MS സൊല്യൂഷൻ്റെ CEO ആയിട്ടുള്ള ഷുഹൈബിനെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കും. അത് ഇന്നലെ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചിരുന്നു. ഇന്നും അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ അത് ഉറപ്പിക്കുന്നില്ല. എന്തായാലും ഈ തങ്ങളെ ഒരു പ്രൊഡിക്ഷൻ നടത്തിയാണ് ഇത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് എത്തിയെന്നുള്ള വാദമാണ് MS സൊല്യൂഷൻ അല്ലെങ്കിൽ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ അറിയിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് MS സൊല്യൂഷൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഈ ഷുഹൈബ് പറയുന്ന ഒരു കാര്യം, മറ്റ് സ്ഥാപനങ്ങൾ, അതായത് മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സമാന രീതിയിൽ ഇത്തരത്തിൽ ക്രമവിരുദ്ധമായ നടപടികളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ ഒരു അപ്രമാദ്യം അല്ലെങ്കിൽ തങ്ങളുടെ ഈ ചാനൽ ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെല്ലാം വലിയ അങ്ങനെയുള്ള പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെയും ഈ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്ന് ഈ MS സൊല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നും കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഷുഹൈബിന്റെ ചോദ്യം ചെയ്യലാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വരിക. ആതിര. ശരി, ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.